ആദ്യം ഞാൻ ഒന്ന് രണ്ട് എൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നപ്പോൾ പൾസർ സുനി എന്ന ഇതിൻ്റെ പ്രധാന പ്രതി അദ്ദേഹം എന്നോടൊപ്പം 1 കൊല്ലം എൻ്റെ ഡ്രൈവറായിട്ട് നിന്ന ആളാണ്. ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പത്രസമ്മേളനം എല്ലാ ചാനലുകാരെയും വിളിച്ച് ആ കാലത്ത് തന്നെ ഞാനിത് പറഞ്ഞു. 1 കൊല്ലം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 2 കൊല്ലമല്ല, വെറും 1 കൊല്ലം. അതായത് ആദ്യത്തെ 1-2 ദിവസം അദ്ദേഹം ഡെയിലി വേജസിൽ വന്ന് ഡ്രൈവ് ചെയ്ത് ഡ്രൈവറായിട്ട് വന്നതിന് ശേഷം ഞാൻ കൂടെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പം നല്ല ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ശരി എന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ വളരെ വയസ്സെന്നിരിക്കുകയാണ്, ഞാൻ ബസ് ഓടിക്കുന്ന ആളാണ്. മുകേഷ് ഏട്ടൻ്റെ ഒരു ജീവിത രീതി വെച്ചിട്ട് ഒരു ദിവസം ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ 20 ദിവസം അവിടെ കാണും. അപ്പോൾ ഞാൻ ഈ 20 ദിവസവും അവിടെ വെറുതെ ഡ്രൈവിംഗ് ഇല്ലാതെ നിൽക്കുകയാണല്ലോ. ഞാൻ ആ സമയത്ത് ബസ് ഓടിക്കുന്ന ആളാണ്. ഞാൻ ബസ് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനമാകും. ആ ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം, 3 മണിക്കൂർ മുമ്പ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഈ 1 കൊല്ലവും ഞാൻ ആ കറക്റ്റ് സമയത്ത് വിളിക്കും, ഇയാൾ വരും. പിന്നീട് ഓവർ സ്പീഡ് ആയതുകൊണ്ടാണ്, ക്രിമിനലാണെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല, എനിക്കും മനസ്സിലായിട്ടില്ല. ബസ് ഓടിക്കുന്ന ഒരു രീതിയിൽ കാർ ഓടിക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. പല വാർണിംഗ് കൊടുത്തിട്ടും പിന്നെയും ഇയാൾക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി കുറച്ച് നാൾ ഞാനിവിടെ കാണത്തില്ല, അതിനുശേഷം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ സൗമ്യമായി തന്നെയാണ് പറഞ്ഞു വിട്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ക്രിമിനലാണെന്നൊന്നും അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തക ഈ ഇര അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ആ കുട്ടിയെ ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരിയാണ് എടുത്തത്. വളരെ അവശ നിലയിലാണ്, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. ശരി, എഴുന്നേൽക്കുമ്പോൾ പറയണം, ഞാൻ വിളിച്ചിരുന്നു, എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം നിയമസഭ നടക്കുന്ന സമയമാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ആ കുട്ടി ഫോണിൽ വന്നു. കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പരാതിയുണ്ടോ, ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇനി എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല ചേട്ടാ, ഈ പോലീസ് കറക്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഏത് സമയത്തും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഫോൺ വെച്ചത്. ഇതെല്ലാം വളരെ സത്യസന്ധമായ വാക്കുകൾ കറക്റ്റായിട്ട് ഞാൻ പറയുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചാനലിൽ ഒരു സിനിമ പ്രവർത്തക എന്ന് പറയാനൊക്കെ സിനിമയായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീ ചാനലിൽ പറയുന്നു, ഈ കുട്ടിയുടെ അമ്മ നിറകണ്ണുകളോടെ കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ മകൾക്ക് നീതി കിട്ടുമോ എന്ന് ചോദിച്ചു. ആ അമ്മയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ അമ്മയെ മുകേഷ് ഏട്ടന് എത്ര കൊല്ലമായിട്ട് അറിയാം, ഇത്രയും ബോൾഡായിട്ടൊരു സ്ത്രീയാണ്, അതും അവരെ കണ്ടിട്ടുമില്ല, കണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വീണ്ടും ഞാൻ ചോദിച്ചു, എന്തെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രയാസമോ സംശയമോ ഉണ്ടോ? ഇല്ല, ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സഹോദരി എന്ന നിലയിൽ അന്ന് മുതൽ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ അറിയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാളാണ്, വർഷങ്ങളായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ സൗഹൃദമുള്ള എന്നെ ഒരു ബ്രദറിനെ പോലെ കണക്കാക്കിയിരുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോൾ ഷോക്കിലാണ്. ഒരാൾ പറയുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് കേരള ജനതയെപ്പോലെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അല്ല എന്ന് മനസ്സിലായ ആ സമയത്ത് തന്നെ ഏറ്റവും ശക്തമായ നിലപാട് എൻ്റെ അമ്മ സംഘടനയും ഞാനെന്ന വ്യക്തിയും എൻ്റെ പാർട്ടിയും എടുത്തു കഴിഞ്ഞു. അതിന് ഞാൻ നമ്മുടെ ഗവൺമെൻറ് അന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തി, നിങ്ങൾക്കറിയാം, പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് ഞാൻ പറഞ്ഞു, ഒരു തുടക്കക്കാരനാണ്, പല വിമർശനങ്ങളും ദേഷ്യപ്പെടലുമൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, ഖേദിക്കുന്നു.
ആ സമയത്ത് മൈക്കില്ലാതിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഉറക്കെ പറഞ്ഞു, അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, അതെൻ്റെ ജോലി. പിന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ശ്രദ്ധാപൂർവം ചെയ്യണം, ഇതാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് അന്ന് പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ, പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. ആ തൃപ്തി തന്നെയാണ് വീണ്ടും ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഈ ഗവൺമെൻറ് ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് അല്ല എന്നുള്ളത് അടിവരയിട്ട് അത് അഭിമാനത്തോടു കൂടി പറയുകയാണ്. ആ നിമിഷം ഇപ്പോൾ അമ്മയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. ആ കാര്യം നമ്മൾ സത്യം അറിയുമ്പോഴാണല്ലോ നമുക്കിപ്പം, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ സത്യം അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനെ അപലപിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇനി ഒരു ചെറിയ കാര്യം, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് ചോദിച്ചു ഇന്ന് രാവിലെ, ഈ മാർച്ചൊക്കെ മുകേഷിൻ്റെ വീട്ടിലോട്ട് എന്തിനു നടത്തുന്നത്, മുകേഷുമായിട്ട് എന്താ ബന്ധം ഇത് എന്ന് ചോദിച്ചു. ഇത് സാധാരണ ഒരാളുടെ ഒരു സംശയമാണ്. കൊല്ലത്ത് മാത്രം എന്താണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഒരു കൊല്ലമായിട്ട് വളരെ ഗംഭീരമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നും ഒരു പഴുതുപോലും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ എന്താ പറയുന്നത്, ഇങ്ങനെ വായുവിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു സംഭവം പോലെ ഈ മാർച്ചെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കൊല്ലത്തുള്ള. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, 11 സീറ്റ് നേടിയ ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ച ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഈ വായുവിൽ നിന്നും വന്ന ഈ മാർച്ചും പ്രതിഷേധമൊക്കെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കാനുള്ള പ്രബുദ്ധതയുണ്ട്, വിവരമുണ്ട് എന്ന് പറയുന്നു. അതാ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞൂടാ, അതെങ്ങനെ അറിയും എൻ്റെ വിനോദ്, എങ്ങനെ അറിയും? ഞാൻ പറഞ്ഞ അയാൾ നല്ലതുപോലെ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വണ്ടി ഓടിക്കുന്ന സമയം മാത്രമേ ഞാൻ അയാളെ കാണുന്നുള്ളൂ. ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഡ്രൈവറെ കിട്ടാനുള്ള പ്രയാസം നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾ, ഒരു ദിവസം അവിടെങ്കിൽ ഒരു ദിവസം ഇവിടെ. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ഓടിക്കുന്ന, രാത്രിയിൽ ഓടിക്കുന്ന ഒരാളിനെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു, അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ യോഗത്തില് ഇത്രയും ഒരു സംഭവം ഒരു സ്വന്തം സഹപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ട് കാമാന്ന ഒരു അക്ഷരം ആ ചർച്ച ഉണ്ടായില്ല. അപ്പൊ ആ ചർച്ച ഉണ്ടാവാൻ എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് ശോഭിക്കുന്ന. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം ചോദിച്ചു. അതേ ചോദ്യം നമ്മൾ സാധാരണ ജനങ്ങൾ കാണുന്നത്, നമ്മൾ വെറുതെ കണ്ണടച്ചിരുട്ടാക്കണ്ട, സാധാരണ ജനങ്ങൾ കാണുന്നത് ലാസ്റ്റ് ഭാഗമാണ്. അത് ചോദിച്ചു. അപ്പം വനിതാ കൂട്ടായ്മ ഇത് എതിർത്തില്ലേ? അപ്പോൾ അതും മറുപടി പറഞ്ഞു. അപ്പം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് ചായ കുടിച്ചിട്ടേ പോകാവൂ, അവിടെ മുതലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ ദിലീപിനെ എന്തിനാണ് ഒറ്റപ്പെടുത്തി പറഞ്ഞയക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയക്കുമെങ്കിൽ ഇവിടെ നിൽക്കുമോ? വനിതാ കൂട്ടായ്മ ഇവിടെ വന്ന് അതിൻ്റെ നേതാവ് ശരിക്കും ഐക്യദാർഢ്യം, നിങ്ങളെല്ലാവരും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് അവരെതിർക്കുന്നത് എന്ന് ചോദിച്ചത് സത്യമാണ്. അത് അല്ല, എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്. അതിന് മറുപടി പറഞ്ഞതാണ്. അല്ല, അത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നല്ല, ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും അനാവശ്യം എന്നുള്ളൊരു വാക്ക് അത് ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്ത് അങ്ങനെ ഉറക്കെ പറഞ്ഞത് എൻ്റെ ഒരു അപക്വമായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്തിട്ട് വീണ്ടും സർക്കാരിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അത്തരം ഒരു വേദിയിൽ ന്യായമായ ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് നിരന്തരമായി ഞാൻ ചോദിക്കട്ടെ, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, ചോദിച്ചു. ഞാൻ നേരിട്ട് ചോദിക്കുന്നു,
നേരിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിപ്പിക്കണം. അതെല്ലാം നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള താങ്കൾ ഒരു ചോദ്യം ചെയ്ത ഒരു പ്രതി എന്ന് കണക്കുകൂട്ടപ്പെടുക അല്ലെങ്കിൽ അയാളെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹം പ്രതിയല്ല എന്ന് ജനപ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. പ്രതിയല്ലെന്ന് ആര് പറഞ്ഞു? നമസ്കാരം കേട്ടോ, നമസ്കാരം. അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞോ പ്രതിയാണ്. അത് തിരുത്തണം. ഞാൻ പ്രതിയല്ല എന്ന് പറഞ്ഞെന്ന് തിരുത്തണം. പിന്നെന്തിനാണ് പറയുന്നത്? അത് എനിക്കറിയാം. അതൊന്നും പറയരുത്. അല്ല, ചോദ്യം ഇതാണ്, ഇത്രയും വലിയൊരു സംഭവം, കേരള മനസാക്ഷി നടക്കിയ ഒരു സംഭവം അമ്മ പോലൊരു താരസംഘടനയുടെ യോഗത്തിൽ ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യം എന്തുകൊണ്ട് ചർച്ചയായില്ല എന്ന് മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായും ചോദിക്കും. അങ്ങനെ വരുമ്പോഴാണ് മുകേഷ് ഏട്ടന്റെ ആ മറുപടി. അല്ല, ചർച്ചയായി. നമ്മൾ അവരുടെ കൂടെ ആണെന്ന് പറഞ്ഞു. ആ ഇരയുടെ കൂടെ ആണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ കേൾക്ക പറഞ്ഞു. അതങ്ങനെ ഒരു ആരോപണ വിധേയന, അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഞാനും ഷോക്കിലാണ്. ഇപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയത്ത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. എങ്ങനെ ആവശ്യപ്പെടും? അയാൾ വന്ന് പറയുന്നു ഞാൻ നിരപരാധിയാണ് എന്ന്. അത് പറയണ്ട. ഞാൻ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ട്രഷറർ അല്ല. എനിക്കങ്ങനെയൊന്നും പറയാനുള്ള അവകാശമില്ല. ചോദിക്കരുതെന്നല്ല, ആവർത്തിച്ച് ചോദിക്കരുത്. ചോദിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അത് ചോദ്യം അവിടെ ഇരിക്കുന്ന എല്ലാവരോടുമാണ് ചോദിച്ചത്. ഇനിയും ആവർത്തിച്ച് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് എഴുന്നേറ്റു. വീണ്ടും അത് ചോദിക്കുന്ന അങ്ങനങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു നിമിഷം ഞാനൊന്ന് അതെനിക്കറിഞ്ഞൂടാ. അതൊക്കെ അവരെടുത്ത് ചോദിക്കണം. അതെല്ലാം അവരെടുത്ത് ചോദിക്കണം. എനിക്കറിഞ്ഞൂടാ. ഇടതുപക്ഷ മുന്നണിയുടെ MLA-മാരായ മുകേഷും ഗണേഷും MP-യായ ശ്രീനിവാസൻ MP-യുമാണ്. ഈ 3 പേർ ഒന്നിച്ചിരുന്ന് അമ്മയുടെ യോഗത്തിൽ പറയുകയാണ് ഞങ്ങൾ ദിലീപിനൊപ്പം കൊണ്ടുവന്ന്. ഒന്നും പറഞ്ഞിട്ടില്ല. വേട്ടക്കാരനല്ല, ആരോപണ വിധേയന. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അമ്മ കേൾക്കണം. അത് ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് അംഗം മാത്രമാണ്. നിങ്ങൾ അവരെടുത്ത് ചോദിക്കണം. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഹോദരിയെ പോലെ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. ഇല്ല, അങ്ങനെ ഒരാളെ പിന്തുണച്ചിട്ടില്ല. ഒരാളെ മാത്രമായിട്ട് പിന്തുണച്ചിട്ടില്ല. അപ്പൊ പിന്നെ അന്നാൽ അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ രാജിവെച്ചിട്ടുള്ളതല്ല. ഇത് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഇനി വീണ്ടും അന്നത്തെ കണക്ക് തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം ചോദ്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.